നമ്മളിപ്പം വചനം ധ്യാനിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം. സിംഹാസനത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ചുറ്റും 24 മൂപ്പന്മാർ, 24 സിംഹാസനങ്ങളുടെ പുറത്ത് ഇരിപ്പുണ്ട്. ആ ഒരു ദൃശ്യം, ചുറ്റും ദൂതന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സൃഷ്ടിതാവ്, എൻ്റെ കർത്താവിൻ്റെ ആ തേജസ്, കർത്താവിൻ്റെ മഹിമ ഓർക്കുമ്പോൾ എൻ്റെ പിതാവാണല്ലോ, പുത്രനാകാനുള്ള അവകാശം എനിക്ക് തന്നു. കർത്താവെ സ്തോത്രം, സ്തോത്രം. വചനം മുഖാന്തരം നീ ഞങ്ങളോട് സംസാരിക്കണമേ. ജീവിതത്തിൽ ആ സന്തോഷം അനുഭവിക്കുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, ക്ഷീണങ്ങളെല്ലാം മാറി, തളർച്ചകളെല്ലാം മാറി ഒരു പുതുക്കത്തിൻ്റെ അനുഭവം നീ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പാട്ടുപാടി നിന്നെ സ്തുതിക്കുവാൻ തന്നെ അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിൻ്റെ മുമ്പേ ഞങ്ങൾ വരുന്നു. പിതാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തെ അനുഗ്രഹിച്ച് തരണമേ. ആത്മാവിൽ ബലപ്പെടുവാൻ, നിന്റെ തികവോളം വളരുവാൻ ഇന്നത്തെ കുടിവരവ് സഹായമായി തീരണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ചു വരുവാൻ കർത്താവ് നമുക്ക് ഒരു അവസരം കൂടി നൽകി തന്നല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഭോപ്പാലിൽ നിന്ന് യാത്ര തിരിച്ചു. നാട്ടിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. ഇനി ഒമിക്രോണിൻ്റെ ഒത്തിരി പുതിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഭോപ്പാലിലേക്ക് തിരിച്ച് ഹൈദരാബാദ് ആ വഴി ഭോപ്പാലിലേക്ക് പോകേണ്ടതാണ്. കാരണം ഞങ്ങൾ അറിയുന്നില്ല ഇനിയും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ സാഹചര്യങ്ങൾ മാറുന്നത്. RT-PCR അവധിയും അവർ 22 നിന്ന് മാറ്റി 48 ആക്കുന്ന കേൾക്കുന്നത്. അതിപ്പോൾ നാളെ 24 മണിക്കൂറാവുന്നോ ഞങ്ങൾ അറിയുന്നില്ല. സോ പക്ഷേ നമ്മുടെ കർത്താവ് എല്ലാം ഭംഗിയായി, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ദൈവം ചെയ്യും. നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന പദ്ധതികൾ പോലല്ല. നമ്മൾ ആൾക്കാർ ചിന്തിച്ചു, കൊറോണ കഴിഞ്ഞു, ലോക്ക്ഡൗൺ മാറി, റെസ്ട്രിക്ഷൻസ് മാറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് പദ്ധതികൾ ഉണ്ടാക്കി വന്നു. പക്ഷെ സഡൻലി ആ ഒമിക്രോൺ വന്നത്, എത്ര യാത്രക്കാർ അവരുടെ യാത്രയുടെ മധ്യത്തിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. യുദ്ധങ്ങളുടെ വിഷയം നമ്മൾ കേൾക്കുന്നുണ്ട്. ചൈന തൈവാൻ്റെ പുറത്ത് അറ്റാക്ക് ചെയ്യാനുള്ള അതിൻ്റെ പദ്ധതിയുണ്ട്. ഏറ്റവും വലിയ വിഷയം, ഇസ്രായേൽ എപ്പോഴാണ് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ബോംബ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. അതൊരു വലിയ വിഷയമാണ്. അമേരിക്കയിൽ ജോ ബൈഡൻ ഉള്ളതുകൊണ്ട് ഇസ്രായേൽ നാണിക്കത്തില്ല ഇറാനെ ബോംബ് ചെയ്യാൻ, ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ്. സോ അതേ സമയത്ത് റഷ്യ യുക്രൈനും അതിൻ്റെ പുറത്ത് ആക്രമിക്കാനുള്ള ആ ശ്രമങ്ങൾ. സോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലോകം മുഴുവൻ നടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരുന്നുണ്ടല്ലോ. ഓരോ ആഴ്ച കഴിയുന്തോറും കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കുന്നു. സോ ഇപ്പോൾ 12ാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. എത്ര വേഗം ഓരോ ദിവസങ്ങൾ പോകുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ആ വിഷയം തന്നെ, വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 3, 4, 5 വാക്യം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 3, 4 and 5 നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ, സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്, സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പുൻകിരീടം, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ആ വിഷയം തന്നെ, ഇവിടെ ദൈവത്തിൻ്റെ സിംഹാസനം, രക്ഷയുടെ ആ ഘോഷത്തിൻ്റെ ആ സിംഹാസനമാണ്. ആ വിഷയത്തിൽ ഞാൻ വരാം. പക്ഷെ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ദൈവത്തിൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്ന ആ സ്ഥലം, ദൈവാത്മാ ഓരോ കാര്യങ്ങൾ
വിവരിക്കുന്നുണ്ട്. ഈ സിംഹാസനം തന്നെയാണ് നമ്മൾ എസെക്കിയേലിൻ്റെ പ്രവചനം ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ വിവരണം കാണുന്നത്. പ്രവാചകൻ എസെക്കിയേൽ ആ ദൃശ്യം കാണുന്നുണ്ട്. സോ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഓരോ വിവരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിലെത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ദൈവത്തിൻ്റെ ആ മഹിമ ഇവിടെ നമ്മൾ വായിച്ചത്, അതിൻ്റെ 3-ാമത്തെ വാക്യം ആരുടെ പോലെ ഇരിക്കുന്നത്? ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. അത്രേ ഉള്ളൂ. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് ഒരു മനുഷ്യൻ്റെ പോലാന്നല്ല എഴുതിയേക്കുന്നത്. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തയും പത്മരാഗം. അതെന്താ ദൈവാത്മാവ് അങ്ങനെ എഴുതുന്നത്? ഒരു മനുഷ്യൻ്റെ രൂപം പോലെ അല്ലയോ എഴുതേണ്ടത്? വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇരിക്കുന്നവൻ സൂര്യകാന്തയും പത്മരാഗം. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ ആ സ്വഭാവം. നിഷ്കളങ്കനായ വിശുദ്ധനായ ദൈവം. നമ്മൾ ആ വിഷയം ശ്രദ്ധിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. ആ സിംഹാസനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഇനിയും എസെക്കിയേൽ 1-ാമത്തെ അധ്യായം, അത് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നടന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിൽ, ന്യൂസിൽ. അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സ് ഉണ്ട്. കാറിൽ കയറുന്നതും കാറിൽ നിന്ന് ഇറങ്ങുന്നതും പ്രസംഗിക്കുന്നതും നടന്നു പോകുന്നതും എല്ലാം നമുക്ക് ഇന്നത്തെ കാലത്ത് ടി വിയിൽ നമുക്കെല്ലാം കാണാം. ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, അതേസമയത്ത് ഇംഗ്ലണ്ടിൻ്റെ റാണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യാധ്യക്ഷന്മാരാണെങ്കിൽ അവർ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അവർ യാത്ര ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരെ കാണുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ബോഡി ഗാർഡ്സ് ഉണ്ട്, അവരുടെ കാറുണ്ട്, അവരുടെ കൂടെ തന്നെ കുറേ ആൾക്കാരുണ്ട്. സോ നമ്മൾ അവർ കാണുമ്പോൾ യെസ്, അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്, ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററാണ്. ആ വണ്ടി കോൺവോയിൽ പോകുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോവുക, അല്ലെങ്കിൽ റാണി പോവുക, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റ് പോവുക, അതിൻ്റേതായി തന്നെ ആ ഗൗരവം ഉണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം അറിയാമോ, നമ്മൾ ഇവരെല്ലാം നോക്കുമ്പോൾ യെസ്, ആ രാജ്യത്തിൻ്റെ വലിയ അധികാരികളാണ്. ഇന്ത്യക്ക് ഇപ്പം പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റ് പോകാൻ വേണ്ടി പുതിയ പ്ലെയിനുമുണ്ട്. അമേരിക്കൻ എയർഫോഴ്സ് 1 പോലത്തെ പ്ലെയിനുണ്ട്. സോ ഇന്ത്യക്ക് നല്ല ഒരു പ്ലെയിനും കിട്ടി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, അവരെല്ലാം മനുഷ്യരാണ്. എല്ലാം എൻ്റെ പോലെ തന്നെ, നമ്മുടെ പോലെ തന്നെയുള്ള മനുഷ്യരാണ്. നമ്മൾ അവരെ ഒരു സിംഹാസനത്തിൽ ഇരുത്തിയിട്ടുണ്ട്, ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ കൊടുത്ത അധികാരം കിട്ടിയപ്പം ഇവർ നടക്കുമ്പോൾ ഇവരുടെ അധികാരം ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലാണ് വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നമ്മളാണോ ആക്കിയത്. ആ ഇരിക്കുന്ന ആ ദൃശ്യം സൂര്യകാന്ത പോലെ ഇരിക്കുന്നു, പത്മരാഗം പോലെ ഇരിക്കുന്നു, ചുറ്റും ആ മഴവില്ല്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ആ സർവശക്തൻ്റെ ആ മഹിമ, ആ തേജസ്. നമ്മൾ തേജസ് പറയുമ്പോൾ വെളിച്ചമാണോ? കാണുമ്പോൾ തന്നെ അറിയാം ഇരിക്കുന്നവൻ ദൂതനല്ല, സകല സൃഷ്ടിയുടെ സൃഷ്ടിതാവ. എല്ലാത്തിൻ്റെ തുടക്കം ഇവിടെ, എല്ലാത്തിൻ്റെ അന്ത്യവും ഇവിടെ തന്നെയാണ്. സോ ആ സർവശക്തൻ്റെ ആ മഹിമയുടെ ആ ദൃശ്യം നമ്മൾ കാണുമ്പോൾ അകത്ത് ഒരു ഭയമുണ്ട്. യെസ്, ആദരത്തോടുള്ള ഭയം. കാരണം എൻ്റെ പിതാവാ, സർവശക്തൻ എൻ്റെ പിതാവാ. അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നു, നമുക്ക് ഓരോരുത്തർക്കും തന്നു. നമ്മൾ ഭാഗ്യവാന്മാരല്ലയോ? നമ്മളാണോ ഇനി അനുഗ്രഹത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് മൂങ്ങിക്കൊണ്ട് നടക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ടവരാ. ലോകത്തിന് ഈ അനുഗ്രഹം ഒരിക്കലും കിട്ടത്തുമില്ല. സോ അത്രയും ഉയർന്ന വിളി ദൈവം നമുക്ക് തന്നപ്പം, ഇനി 2-ാമത്തെ ആ സിംഹാസനം കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചേ,
നാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. അത്രയും മതി. നമ്മൾ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചു. എൻ്റെ വിശ്വാസം നമുക്ക് ആ വിഷയങ്ങൾ മനസ്സിലായി. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ മനസാക്ഷി യുഗക്കാരല്ല, ദൂതന്മാരല്ല, പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമ ഭക്തന്മാരും ഒന്നിച്ചു ചേർന്നല്ല. ആ ദൃശ്യം മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാം അവിടെയുള്ള എല്ലാ കംപ്ലീറ്റ് പിക്ചർ കാണുമ്പോൾ സംശയത്തിന് ഒരു സ്ഥലവും ഇല്ല. ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായത്. ആ ഗൗരവം ഒന്ന് നോക്കിക്കേ, ആ മഹിമ ഒന്ന് നോക്കിക്കേ. അതിന് ഓരോന്ന് ശ്രദ്ധിച്ചാൽ ആ സിംഹാസനം മുമ്പിലല്ല വെച്ചേക്കുന്നത് 24. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലല്ല 24 വെച്ചേക്കുന്നത്. 12 ഒരു സൈഡും 12 ഒരു സൈഡും അങ്ങനെയല്ല. ദൈവസിംഹാസനത്തിൻ്റെ ചുറ്റുമുണ്ട്. ദൈവാത്മാവ് അങ്ങനെ എഴുതിയേക്കുന്നത്. ആ സിംഹാസനം ചുറ്റും വെക്കണമെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്, വെറുതെ വെച്ചതല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ 5-ാം വാക്യം കൂടെ വായിച്ചേ. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും. ഇത്രയും മതി. ആ സിംഹാസനത്തിൽ നിന്ന് തന്നെ, ഒരു മേഘത്തിൽ നിന്നല്ല, സിംഹാസനത്തിൽ നിന്ന് ഇടിമുഴക്കും, മിന്നലും നാദവും. ഇങ്ങനത്തെ സിംഹാസനത്തിൻ്റെ അടുത്ത് ആർക്കെങ്കിലും നിൽക്കാനെങ്കിലും കഴിയുമോ? ഇരിക്കുന്ന വിഷയം വിട്. നമ്മളിത് നോക്കുമ്പോൾ സീനായി മലയിൽ വെളിപ്പെട്ട ആ ദൃശ്യം തന്നെ ഇല്ലയോ ഇവിടെ നമ്മൾ കാണുന്നത്? ഇസ്രായേൽ ജനം 3 ദിവസം ഒരുങ്ങാൻ വേണ്ടി എടുത്തു, ശുദ്ധീകരണത്തിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് സീനായി മലയുടെ അടുത്ത് വന്നിരുന്നപ്പോഴും ഈ ശബ്ദം എല്ലാം കേട്ട് മിന്നലും ഇടിമുഴക്കവും കണ്ടപ്പോൾ ജീവൻ എടുത്തുകൊണ്ട് ഓടി. നമ്മളും ഇന്നൊരു മിന്നൽ അടിക്കുമ്പോൾ, ഇടിമുഴക്കം നമ്മൾ കാണുമ്പോൾ പേടി വർത്തില്ലയോ? നമ്മൾ വെളിയിലിറങ്ങുമോ? നമ്മുടെ അകത്തൊരു പേടിയാ. അയ്യോ, ഇത് നമ്മൾ തമ്പേരടിക്കുന്ന പോലെ അല്ലല്ലോ ഇടി മുഴങ്ങുന്നത്. അതിൻ്റെ ആ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ടോ? നമുക്ക് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, ഇതൊരു തമ്പേരടിയല്ല, താളമടിക്കുന്നതല്ല, ഇത് അത്രയും ശബ്ദം. സോ അങ്ങനത്തെ ഇടി മുഴക്കവും മിന്നലും നാദത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഉള്ള ആ സിംഹാസനത്തിൻ്റെ ചുറ്റും 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആണെങ്കിൽ നിൽക്കുവല്ല, ഇതിൻ്റെ മധ്യത്തിൽ അവർ ഇരിക്കുക. അതിൽ നിന്ന് നമ്മൾ ആ സാഹചര്യത്തിൻ്റെ ആ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? അങ്ങനത്തെ സിംഹാസനത്തിൻ്റെ മുമ്പേ ആർക്ക് ഇരിക്കാൻ കഴിയുന്നേ? സാധാരണക്കാരന് ഇരിക്കാൻ കഴിയത്തില്ല. ചുറ്റും സിംഹാസനം പറഞ്ഞാൽ സർവശക്തന്മായി അത്രയും അടുപ്പമുള്ളവരായത്. ഇവിടെ 24 മനുഷ്യർ ഇരിക്കുന്നു എന്നല്ല, മൂപ്പന്മാർ ഇരിക്കുന്നതാ. 24 മൂപ്പന്മാർ. അതിൻ്റെ അർത്ഥം അവർ ഒരു പ്രത്യേക വർഗത്തെ വെളിപ്പെടുത്താനാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ നിഴലാ, അവരുടെ ഇലസ്ട്രേഷനാ, അവരുടെ റിപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇരിക്കുക. വായിച്ചേ യോഹന്നാൻ 15:15, ജോൺ 15:15 ഒന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനിയും പറയുന്നില്ല. ഇനി ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട്, ഞാൻ പിതാവിന്ന് കേട്ടതെല്ലാം നിങ്ങളെ
അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞു. അതാ ദാസനും സ്നേഹിതൻ തമ്മിലുള്ള വ്യത്യാസം. പിതാവിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. ദാസനായിരുന്നെങ്കിൽ അറിയിക്കത്തില്ലായിരുന്നു. സോ സിംഹാസനത്തിന് ചുറ്റും സിംഹാസനങ്ങളിൽ ഇരിക്കണമെങ്കിൽ ഇത് ദാസന്മാരല്ല, ഇത് സ്നേഹിതന്മാരാ. പിതാവ് ചെയ്യുന്നത് എല്ലാം ഈ സ്നേഹിതനും അറിയും. അതാ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആഴം. കർത്താവിൻ്റെ സ്നേഹിതൻ ആര്? മണവാട്ടി സഭയില്ലയോ? സോ അടുത്തത്, മണവാട്ടി സഭയ്ക്ക് ഇത്രയും പ്രാഗൽഭ്യം, ഇത്രയും ധൈര്യം ഈ സിംഹാസനത്തിൻ്റെ ചുറ്റും ഇരിക്കാൻ എവിടുന്ന് ലഭിച്ചു? അവർക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? ഈ ഭൂമിയിലുള്ളപ്പം തന്നെ സർവശക്തൻ്റെ കൂടെ നടന്നവരാ, സർവശക്തൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരാ, സർവശക്തൻ്റെ ഹിതപ്രകാരം നടന്നവരാ. അതുകൊണ്ട് അവർക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആ ധൈര്യം ലഭിച്ചത്. അടുത്ത വിഷയം, സിംഹാസനത്തിൽ ഇരിക്കുന്നത് അതെന്തോ വെളിപ്പെടുത്തുന്നത്? ഇരിക്കുമല്ലയോ? അവർ വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കിരീടമുണ്ട്, പക്ഷെ അവർ ഇരിക്കുക. ഇരിപ്പ് എന്തുവാ കാണിക്കുന്നത്? നമ്പർ 1, ഇവർക്ക് സ്വർഗം കൊടുത്തേക്കുന്ന മാനം. ദൈവസഭയ്ക്ക് ദൈവം മാനിക്കും, ഈ ഭൂമിയിലല്ല. അവിടെ അബദ്ധം വരുന്നത്. നമ്മൾ ഓർക്കുന്നത് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ മാനിക്കും, അല്ല. സ്വർഗത്തിൽ ദൈവം തൻ്റെ കാന്തയ്ക്ക് വേണ്ടി ഒരു മാനം വെച്ചിട്ടുണ്ട്. സർവശക്തൻ്റെ മുമ്പേ സിംഹാസനങ്ങളിൻ്റെ പുറത്തായിരിക്കുന്നത്. സോ ഇരിക്കുന്നതിൻ്റെ അർത്ഥം ആ മാനം. ഒന്ന് നിന്ന് ധ്യാനിക്കാം. സ്വർഗം എന്നെ ഇങ്ങനെ മാനിക്കാൻ പദ്ധതി ഇടുമ്പോൾ ഞാൻ മാനത്തിന് വേണ്ടി യോഗ്യനാണോ? കരഞ്ഞുകൊണ്ട്, മോങ്ങിക്കൊണ്ട്, ഭാരപ്പെട്ടുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട് നടക്കുന്ന ഈ വ്യക്തിയെ സ്വർഗം മാനിക്കുമോ? എന്നെ സ്വർഗം മാനിക്കണമെങ്കിൽ എന്നിൽ വല്ല യോഗ്യതയുണ്ടോ? ചെവിയുള്ളവൻ നല്ലപോലെ കേട്ടോളാം. സ്വർഗം എൻ്റെ ജീവിതം കണ്ട് എന്നെ മാനിക്കുമോ? ലോകം എന്നെ മാനിച്ചേക്കാം, ലോകം ട്രോഫിയോ എന്തെങ്കിലും തന്നേക്കാം, പക്ഷെ സ്വർഗം മാനിക്കുന്ന ഒരു വ്യക്തി, ഒരു ദൈവദാസനായിക്കോട്ടെ, ദൈവദാസി ആയിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, ഈ ലോകത്തിൻ്റെ മാനത്തിൻ്റെ പുറകെ അവൻ നടക്കത്തില്ല. കാരണം ആ മാനം ഒന്നുമില്ലെന്നേ. ഇതൊരു മാനമാണോ? സ്വർഗം തൻ്റെ കാന്തയെ മാനിക്കാൻ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിന് കർത്താവിൻ്റെ സഭ അതിന് യോഗ്യമാണ്. രണ്ടാമത്തത്, മാനം മാത്രമല്ല, ആ ഇരിപ്പ് കാണിക്കുന്നത് വിശ്രമമാണ്, റെസ്റ്റ്. ഏതിന്ന് വിശ്രമം? ഓട്ടം തികഞ്ഞു, നല്ല പോരാട്ടം പോരാടി, വിശ്വാസത്തെ കാത്തു. ആ വിശ്വാസത്തെ കാത്തു, നല്ല ഓട്ടം തികച്ചു, നല്ല പോരാട്ടം പോരാടി. ഇനിയും ഓട്ടമില്ല, ഇനിയും പോരാട്ടമില്ല. വിശ്വാസത്തെ ഇനിയും കാക്കേണ്ട ആവശ്യമില്ല. വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. വിശ്രമം പറഞ്ഞാൽ ഉറക്കമല്ല. ദൈവസഭയ്ക്ക് ദൈവം ഒരു വിശ്രമം വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു വിശ്രമം വെച്ചിട്ടുണ്ട്. ആ വിശ്രമം പറഞ്ഞാൽ ഉറക്കമല്ല. ആ സിംഹാസനത്തിൽ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ആ സ്വർണത്തിൻ്റെ കിരീടം ധരിച്ചുകൊണ്ട്, വീണയുണ്ട്, ധൂപകലശമുണ്ട്,
ദൈവസഭ അധികാരത്തോട് മഹിമയോട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ആ ദൃശ്യം നമുക്ക് കാണാം. സോ ആ ഒരു ദൃശ്യം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുറ്റും ഇരിക്കുന്നതിൻ്റെ അർത്ഥം സ്നേഹിതന്മാരാ. സോ ഞാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവ സാന്നിധ്യത്തിലെ ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? കാരണം ദൈവസന്നിധിയിൽ അങ്ങനെ ഇരിക്കണമെങ്കിൽ, യെശയ്യാ പ്രവചനത്തിലുണ്ടല്ലോ സിയോണിലെ പാപികൾ വിറയ്ക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ പ്രാഗൽഭ്യം കിട്ടുമോ? ഇന്ന് എത്ര വിശ്വാസികൾ അവർ പറയാറുണ്ടല്ലോ, വചനം വായിക്കുമ്പോൾ ഉറക്കം വരും, വചനം വായിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ ഉറങ്ങാൻ തുടങ്ങും. അതെന്താ? ജീവിതത്തിൽ ക്രമമില്ലെങ്കിൽ, നടക്കേണ്ട പോലും നടന്നില്ലെങ്കിൽ ദൈവവചനം ധ്യാനിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴും ഈ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരുന്നോണ്ടായിരിക്കും ചിലപ്പം. നമ്മുടെ ഈ ശുശ്രൂഷ തുടങ്ങി കൂടുതൽ നേരം ആയില്ലല്ലോ, ഞാൻ 3 മണിക്കൂറൊന്നും അല്ലല്ലോ പ്രസംഗിക്കുന്നത്, പിന്നെ ഇത്രയും പെട്ടെന്ന് ഉറക്കം വന്നത് എന്താ? ദൈവവചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നത്, പ്രാർത്ഥിക്കാൻ നേരത്തെ ഉറക്കം വരുന്നത്, ദൈവസന്നിധിയിൽ ഒത്തിരി ദൂരെയാ. ദൈവം നമുക്ക് ഈ അവസരങ്ങൾ തരുന്നത് അടുത്തു വരാനാ. അടുത്തു വരണമെങ്കിൽ ജീവിതത്തിൽ ഉള്ള കുറവുകൾ എല്ലാം മാറ്റി വെച്ചാൽ മാത്രമേ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനമില്ല. എൻ്റെ പിതാവ് ക്രിസ്ത്യാനിയാ, ഞങ്ങൾ മറ്റേതാ മറിച്ചാ പറഞ്ഞിട്ട് എന്തോ പ്രയോജനം? നീ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനാണോ? ഈ ഭൂമിയിലുള്ളപ്പോൾ നിനക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? സോ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത്, ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ മാനം. ഇനി അടുത്തത് അതിൻ്റെ താഴെ നമ്മൾ വെളിപ്പാട് പുസ്തകം തന്നെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതിൽ പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ, സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്തോ കാണിക്കുന്നു? നമ്പർ 1 ആ മാനം, നമ്പർ 2 ആ റെസ്റ്റ്, നമ്പർ 3 സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞ സംതൃപ്തിയുണ്ട്. ദൈവസഭ സംതൃപ്തിയോട് സിംഹാസനത്തിൽ ഇരിക്കുക. ആ ദൈവസഭയൊന്ന് നോക്കിയ ദൃശ്യം, അധികാരത്തോടെ ജയം പ്രാപിച്ചിട്ട് ക്രിസ്തു സാത്താൻ്റെ തല തകർത്ത പോലെ തന്നെ ദൈവസഭയും സാത്താൻ്റെ തല തകർത്തിട്ട് അധികാരത്തോടെ മഹിമയോടെ അവിടെ ഇരിക്കുക. ഇനിയും അടുത്ത നമ്മൾ നോക്കിയത്, ആ സിംഹാസനത്തിൻ്റെ മുമ്പേ 7 ജ്വലിക്കുന്ന ദീപങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ there were 7 lamps of fire burning before the throne. അടുത്ത ആ വിഷയം ഒന്ന് നോക്കിയേ. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പേ 7 ദീപങ്ങളിൽ അഗ്നി ജ്വലിക്കുന്നു. ദൈവാത്മാവ് എന്താ അങ്ങനെ ഒരു ദൃശ്യം വെളിപ്പെടുത്തിയത്? ഇത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. 7 ദീപങ്ങൾ പറഞ്ഞാൽ അതിൽ തീ ജ്വലിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവ് ദൈവം. സോ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് എന്താ ഇങ്ങനെ അവിടെ വർണ്ണിച്ചേക്കുന്നത്? വെളിച്ചമാകുന്ന ദൈവത്തിന് ഈ ദീപങ്ങളുടെ വെളിച്ചം വേണോ? മനുഷ്യനുണ്ടാക്കുന്ന ബിംബത്തിന് വെളിച്ചം വേണം. കാരണം മനുഷ്യരുണ്ടാക്കിയതില്ലയോ, രാത്രി ലൈറ്റ് വേണം, അല്ലെങ്കിൽ ദീപങ്ങൾ കത്തിക്കണം, അല്ലെങ്കിൽ കാണത്തില്ല. നമ്മളുണ്ടാക്കിയതായതുകൊണ്ട് കാണത്തില്ല. പക്ഷേ വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ മുമ്പ് 7 വിളക്ക് ദീപങ്ങൾ കത്തണമെങ്കിൽ വെളിച്ചത്തിന് വേണ്ടിയല്ല, അതൊരു വേറെ വിഷയമാണ് വെളിപ്പെടുത്തുന്നത്. ആ വിഷയം ഏതാ? പരിശുദ്ധാത്മാവ് ദൈവം അഗ്നി ദൈവമല്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്വഭാവം ഈ അഗ്നിയുടെ സ്വഭാവമാണ്. അതിൻ്റെ അർത്ഥം
അഗ്നി ചെയ്യുന്നത് എന്തുവാ? ദഹിപ്പിക്കാൻ കഴിയുന്നതിന് എല്ലാത്തിനെയും ദഹിപ്പിക്കും. അഥവാ ദഹിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കും. നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കൽ വയർസൊക്കെ എടുത്ത് തീയിൽ കത്തിച്ചാൽ അത് മേളിലത്തെ റബ്ബറും പ്ലാസ്റ്റിക് കത്തിക്കത്തേ ഉള്ളൂ. അകത്തെ കോപ്പർ അതിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അതിനെ ശുദ്ധീകരിക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ദൈവാത്മാവ് നമ്മൾ ഓരോരുത്തരുടെ അകത്ത് വന്നേക്കുന്നത് അന്യഭാഷ പറഞ്ഞ് കുറച്ച് ബഹളമുണ്ടാക്കി കുലുക്കാനല്ല, എന്നെ തീ പോലെ എന്നെ കത്തി ശുദ്ധീകരിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ആ തികവോളം എന്നെ കൊണ്ടുവരാൻ വേണ്ടിയ പരിശുദ്ധാത്മാവ് തീയായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതിന് നമുക്ക് മത്തായി 3:11 വായിക്കാം. മാത്യു 3:11. മത്തായി 3:11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. യോഹന്നാൻ യഹൂദന്മാരോട് പറയുക, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിൽ സ്നാനപ്പെടുത്തും. അതിൻ്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ പ്രമാണമുണ്ട്, ഞങ്ങൾക്ക് ഈ സ്നാനം വേണ്ടായല്ലോ. അതെ, നിങ്ങൾക്ക് പ്രമാണമുള്ളതുകൊണ്ടാണ് ഇത് വേണ്ടിയത്. കാരണം പ്രമാണമുണ്ടെങ്കിലും നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുന്നില്ല. പ്രമാണം നിങ്ങളെ കുറ്റം വിധിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അകത്തെ പഴയ മനുഷ്യൻ, നിങ്ങളുടെ അകത്തുള്ള മനുഷ്യൻ ഈ പ്രമാണം അനുസരിച്ച് അവൻ നടക്കത്തില്ല. അതുകൊണ്ട് ആ പെന്തിക്കോസിൻ്റെ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പം ഇരിക്കുന്നവർ എല്ലാവരുടെ മുമ്പേ മേളിൽ ആ തീയിൻ്റെ അഗ്നി നാവുകൾ ജനം കണ്ടു. പെന്തിക്കോസിന്റെ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പം അവിടെ ഇരുന്ന ഓരോ വ്യക്തികളുടെ മേളിൽ അഗ്നി നാവുകൾ കണ്ടത്. ദൈവാത്മാവ് അങ്ങനെ വെളിപ്പെടുത്തിയതിൻ്റെ കാരണം മനുഷ്യൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തീ ദഹിപ്പിക്കേണ്ടത് ദഹിപ്പിച്ചില്ലെങ്കിൽ ഈ വ്യക്തിയെ തേജസ്കരിക്കാൻ കഴിയത്തില്ല. എൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് എന്നെ സിംഹാസനത്തിൽ എങ്ങനെ ഇരുത്താൻ കഴിയുന്നേ? പരിശുദ്ധാത്മാവ് വന്നേക്കുന്നത് എൻ്റെ അകത്ത് ഒത്തിരി വിഷയങ്ങൾ ദഹിപ്പിക്കാനുണ്ട്. എൻ്റെ ഒത്തിരി സ്വഭാവങ്ങൾ, ആഗ്രഹങ്ങൾ, പദ്ധതികൾ അതിനെ ദഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവപ്രമാണം അനുസരിച്ചല്ല, ദൈവഹിതപ്രകാരം ഉള്ളതല്ല. എൻ്റെ സ്വഭാവം ക്രിസ്തുയുടെ സ്വഭാവം പോലെ ഉള്ളതല്ല. അതിനെ എന്നെ ആ സ്വഭാവത്തിലേക്ക് മാറ്റി തീർക്കണമെങ്കിൽ അഗ്നിയുടെ സ്നാനം വേണം. തീയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്നാനത്തിൻ്റെ സമയത്ത് ഞാൻ വെള്ളത്തിൻ്റെ അകത്താണ് പോകുന്നത്. ഗ്രീക്ക് വേർഡ് ബാപ്റ്റിസോയുടെ അർത്ഥം ബാപ്റ്റൈസ്ഡ് ഇൻ വാട്ടർ, നോട്ട് വിത്ത് വാട്ടർ. ഞാൻ വെള്ളത്തിൻ്റെ അകത്തങ്ങ് പോവുക. അകത്ത് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളത്തിൻ്റെ നിയന്ത്രണമായി എൻ്റെ മേളിൽ മുഴുവനും. ആ വെള്ളത്തിൽ നിന്ന് വെളിയിൽ ഒരനുഭവമില്ല, വെള്ളത്തിൻ്റെ അകത്താ. അതുപോലെ തന്നെ തീൻ്റെ സ്നാനം പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളെ ആ തീൻ്റെ അനുഭവത്തിൽ കയറ്റും. തീൻ്റെ അനുഭവം പറഞ്ഞ ശരീരം ചൂടാകുന്നതല്ല, നമ്മുടെ അകത്തുള്ള ക്രിസ്തുവുമായി ചേരാത്ത ഏതെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിനെ എല്ലാം ദഹിപ്പിക്കാൻ വേണ്ടി ദൈവാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ നമ്മളെ തന്നെ നന്നാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പരാജയമല്ലയോ കണ്ടെത്തിയത്? നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാൻ കഴിയത്തില്ലെന്നേ.
അതുകൊണ്ടാണ് ദൈവാത്മാ പറഞ്ഞ് ഏൽപ്പിച്ചെത്താ, ഞാൻ നിന്നെ ക്രിസ്തുവിൻ്റെ തികവോളം വളർത്താം. 7ന്റെ സംഖ്യ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ പൂർണ്ണസംഖ്യയാണ്. യെശയ്യാവ് 11:2, ഐസിയ 11:2, 1-2. യെശയ്യാവ് 11:1-2 നമുക്ക് വായിക്കാം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. സോ ഇവിടെ നമ്മൾ ആ 7 ആത്മാക്കളെ കാണുന്നുണ്ട്. ആ ആത്മാക്കൾ 7 പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണ പ്രവൃത്തിയാണ് ഇവിടെ 7 നമ്മൾ കാണുന്നത്. സോ ദൈവാത്മാവ് പറഞ്ഞ്, സർവശക്തൻ പരിശുദ്ധാത്മാവ് ദൈവം എൻ്റെ അകത്ത് വന്നാൽ ഒറ്റ ഒരു പദ്ധതിയേ ഉള്ളൂ, എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതം പോലായി തീരണം. രണ്ടാമത്തത്, എൻ്റെ ജീവിതം മുഖാന്തരം മറ്റൊരു ദൈവത്തിൻ്റെ മഹിമ കാണണം. അതിന് തടസ്സം എൻ്റെ പഴയ മനുഷ്യനാണ്. ഞാൻ തന്നെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ആ പഴയ മനുഷ്യൻ. നമ്മുടെ അകത്ത് ഒത്തിരി ആഗ്രഹങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ആഗ്രഹങ്ങളാണ്. അതിനെ വിട്ടുകളയാൻ കുറെ പാടാ, കാരണം നമ്മൾ സ്നേഹിക്കുന്നതാ. സോ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ പൂർണ്ണ നിയന്ത്രണം കൊടുത്താൽ മാത്രമേ ദൈവഹിതത്തിൻ്റെ വിരോധമായിരിക്കുന്ന ആഗ്രഹങ്ങളെ ദൈവാത്മാവ് ദഹിപ്പിക്കും. അനുഭവം വേണോ? നമുക്ക് ആർക്കെങ്കിലും ആ അനുഭവം വേണോ? നമ്മൾ ആരൊക്കെ ഇന്ന് പറയും, കർത്താവേ എനിക്ക് ആ തീൻ്റെ സ്നാനത്തിൻ്റെ അനുഭവം വേണമെന്ന്. ആ തീ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചില ആഗ്രഹങ്ങൾ തന്നെ നമ്മൾ തന്നെ ചിന്തിക്കും, എൻ്റെ ആ പണ്ടത്തെ ആഗ്രഹം ഇന്ന് എന്തിയേ, അതിനെ ദഹിപ്പിച്ചു കഴിഞ്ഞു. നമ്മളെ തന്നെ ഏൽപ്പിക്കുമോ? ആ അനുഭവം വേണോ? ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണോ? അതോ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം അനുഗ്രഹിക്കണോ? രണ്ടിലും ഒന്നൊന്ന് തീരുമാനിച്ചേ. ആ സിംഹാസനത്തിൻ്റെ മുമ്പേ 7 ദീപങ്ങൾ കത്തി ജ്വലിക്കുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടാ ഈ 24 മൂപ്പന്മാരവിടെ ഇരിക്കുന്നത്. ഇവർ സ്വയമേ വന്നതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴാനുള്ള യോഗ്യതയെ എത്തിപ്പിച്ചത് ഈ ദൈവത്തിൻ്റെ ആത്മാവാണ്. അന്ത്യം ലാസ്റ്റിൽ എന്തിനാ 24ൻ്റെ സംഖ്യ? ഞാൻ കഴിഞ്ഞ ആഴ്ച 24ൻ്റെ സംഖ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ദാവീദിൻ്റെ സമയത്ത് പുരോഹിതന്മാരെ 24 കൂറുകളായി സെപ്പറേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒരു കാര്യം ഇവിടെ, 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 5:9 ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5:9 നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, ഇവിടെ സർവഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിലും, സർവഗോത്രം, വംശം, ഭാഷ, ജാതികളിൽ നിന്നും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സോ 24 എഴുതുന്നതിന്റെ അർത്ഥം ഈ ലോകത്തിലുള്ള എല്ലാ ജാതികളിൽ നിന്നും ദൈവസഭയിൽ വ്യക്തികളുണ്ട്. ജാതികൾ മാത്രമല്ല, ജാതികൾ, ഗോത്രങ്ങൾ, വംശങ്ങൾ, ഭാഷകൾ. ഇന്ന് യുണൈറ്റഡ് നേഷൻസിൽ എല്ലാ വർഗക്കാർക്ക് റിപ്രസെൻറ്റേഷൻ ഇല്ല. ഇന്ത്യക്ക് ഒരു റിപ്രസെൻറ്റേഷൻ ഉണ്ട് രാജ്യമായി. പക്ഷെ ദൈവസഭയിൽ രാജ്യം, ഗോത്രം, വംശം, ഭാഷകൾ. ഒന്ന് ചിന്തിച്ചേ,
എത്ര വലിയ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായി ഞാൻ തീർന്നു. ഒളിമ്പിക്സിന് പോയാൽ ഒത്തിരി രാജ്യങ്ങൾ അതിൽ വരും. അതിൽ ഒത്തിരി അവരുടെ കൊടികൾ കാണാം. യുണൈറ്റഡ് നേഷൻസിൻ്റെ ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയാൽ ഒത്തിരി രാജ്യങ്ങളുടെ കൊടികൾ കാണാം. അവർ എല്ലാ ഭാഷയും വർഗത്തെ റിപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ദൈവസഭ മാത്രമേ ഉള്ളൂ. ഈ സൃഷ്ടിയിൽ എല്ലാ വർഗവും എല്ലാ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആൾക്കാരുണ്ട്, വംശത്തിൽ നിന്ന് ആൾക്കാരുണ്ട്. ആ ദൈവസഭയുടെ ഒരു അംഗമാകുവാൻ സ്വർഗം പ്രസാദം തോന്നി. അയോഗ്യനായ എന്നെ വലിയ ദൈവസഭയുടെ ഒരു ഭാഗമാക്കി ആദരിക്കുവാൻ സ്വർഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങളിൽ ഭൂമിയിൽ കരഞ്ഞുകൊണ്ട് ദുഃഖിച്ച് നിരാശരായി നടക്കുവാനല്ല, ദൈവത്തിൻ്റെ മക്കളിൻ ആകുന്ന ആ അധികാരത്തോടെ ശത്രുവിൻ്റെ തല തകർത്ത്, കർത്താവ് തല തകർത്തല്ലോ, അവൻ്റെ പുറത്ത് ജയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടം തികയ്ക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾ ഓരോരുത്തരുടെ അകത്തുണ്ട്. ഈ മൺകൂടാരത്തിൽ സർവശക്തൻ്റെ ആത്മാവ്, എൻ്റെ കൂടെ ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. എന്തിനാ? എൻ്റെ സ്വഭാവത്തെ കത്തി ചാമ്പലാക്കിയിട്ട് എൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ ആയിത്തീരണം. ഹല്ലേലൂയ. എൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ ആയിത്തീരണം. അതിനെ ഞാൻ ഏൽപ്പിച്ചാൽ മതി. ഞാൻ സ്വയമേ എത്ര ശ്രമിച്ചാലും പരാജയപ്പെടുത്തേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഉയർന്ന വിളിക്കായി സ്തോത്രം. ഞങ്ങളുടെ അകത്താ ദഹിപ്പിക്കേണ്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മാവ് ദഹിപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കണ്ടാൽ മതി. ഞാൻ എന്നെ തന്നെയാണോ സ്നേഹിക്കുന്നത്, അതോ ക്രിസ്തുവിനെയാണോ സ്നേഹിക്കുന്നത്? എൻ്റെ അകത്ത് വൈരാഗ്യമുണ്ട്. ചിലരെ കാണുമ്പോൾ അതിൻ്റെ ആ ദേഷ്യമുണ്ട്. ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവാത്മാവ് ആ വൈരാഗ്യത്തെ ഇപ്പം കത്തി ചാമ്പലാക്കും. നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവാത്മാവ് നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കും. ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ, നീ എന്നെ പണിയണമേ, ദഹിപ്പിക്കേണ്ടിയതെല്ലാം ദഹിപ്പിക്കണമേ. എനിക്ക് ഈ അഗ്നിയുടെ സ്നാനം വേണം. അഗ്നിയുടെ സ്നാനം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഒരു ആഴമായ ഒരു അനുഭവമാണ് അഗ്നിയുടെ സ്നാനം. ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞ് തൃപ്തരാകല്ലേ. ഹല്ലേലൂയ. ആത്മാവിൽ മത്തനാകുന്നതിൻ്റെ അർത്ഥം കള്ളുടിയും നടക്കുന്ന പോലല്ല, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഒന്നിച്ചു കൂടി വന്ന് നിന്നെ ആരാധിക്കുവാൻ, പാട്ടുപാടി നിന്നെ സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. പിതാവേ, നിന്റെ വരവെടുത്തു. പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ അഗ്നിയുടെ സ്നാനത്തിൻ്റെ അനുഭവം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവെ നിൻ്റെ വരവെടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കർത്താവെ, അധികവോളം വളരുവാൻ തടസ്സമായിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അതിനെയെല്ലാം കത്തി ചാമ്പലാക്കി കർത്താവെ നിൻ്റെ തികവോളം വളരുവാൻ നീ പ്രവർത്തിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഇനി ഈ ആഴ്ചയിൽ പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നീ കാത്തു പരിപാലിച്ചു.
ഈ പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ നിൻ്റെ ഹിതപ്രകാരം നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ നീ സഹായിക്കണമേ. അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങൾ മാറുവാൻ നീ സഹായിക്കണമേ. ഞങ്ങൾ രോഗികളായിരിക്കുന്നവരും വേറെ ഒത്തിരി കാര്യങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട് കർത്താവേ. നീ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. നിൻ്റെ ഹിതം മനസ്സിലാക്കി ഓരോ ദിവസം മുന്നോട്ട് ജീവിപ്പാൻ നീ സഹായിക്കണമേ കർത്താവേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ആഴ്ച നീ തരുവാണെങ്കിൽ നിൻ്റെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ നീ സഹായിക്കണം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് കേരളത്തിൽ വരുവാൻ സഹായിച്ചു. ഇനിയിപ്പം അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് തിരിച്ച് ഭോപ്പാലിൽ എത്തണം. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഡെയിലി മന്ന തക്ക സമയത്ത് അപ്ലോഡ് ചെയ്യാൻ, ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകണം. വിശ്രമമില്ലാതെ രാവും പകൽ വണ്ടി ഓടിക്കുന്നുണ്ട്. അഥവാ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾ ശ്രമിക്കാം എത്ര പെട്ടെന്ന് ആ ഡെയിലി മന്ന അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നും സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട്, ആരാധന കഴിഞ്ഞിട്ട് സൂം മീറ്റിംഗ് ഇല്ല. പിന്നെ വ്യാഴാഴ്ചത്തെ യവനക്കാരുടെ ക്ലാസ് ഈ ആഴ്ചയില്ല. ദൈവം സഹായിച്ച 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ഭോപ്പാലിൽ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം സഹായിച്ച അടുത്ത ഞായറാഴ്ച പിന്നെയും തീർച്ചയായിട്ടും കാണാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറനാഥ.